ഹായ് ഗൈസ്, നമുക്കിന്നൊരു ഹോം മെയ്ഡ് ചിക്കൻ മന്തി ആയാലോ? ആദ്യം തന്നെ ചിക്കൻ വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടിയിട്ട് നമുക്ക് ചിപ്പിലിക്കകത്ത് വെച്ചേക്കാം. അതിനുശേഷം ഞാൻ ആ ചിക്കൻ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവർ കഴുകിയെടുത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനും ശേഷം 2 സവാള, 2 ക്യാപ്സിക്കം വൃത്തിയായി കഴുകി ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞു. ഈ അരിഞ്ഞു വെച്ചതിലേക്കാണ് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. മറ്റ് പച്ചക്കറിയൊന്നും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് പോലും ഉപയോഗിക്കുന്നില്ല. 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ പെരുംജീരകം, നല്ല ജീരകം 2 സ്പൂൺ, ഉപ്പ്, കുരുമുളക്, ഗ്രാമ്പൂ, കറുകമ്പട്ട, വഷ്ണയില, നാരങ്ങ ഉണങ്ങിയത്, ഇത്രയും ഇട്ടതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വെള്ളം ഉപയോഗിക്കത്തില്ല. നല്ലപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഈ മിശ്രിതം നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി തയ്യാറാക്കിയ ഈ മിശ്രിതത്തിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, വെള്ളം ഊറ്റിയ ചിക്കൻ ഒന്നൊന്നായിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് രാവിലെയാണ് നമ്മൾ മന്തി തയ്യാറാക്കുന്നത്. രാവിലെ കലത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുരുമുളക്, ഗ്രാമ്പൂ, കറുകമ്പട്ട, പെരുംജീരകം, അതുപോലെ 1 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കളറിന് ചേർക്കണം. പിന്നെ ഒരു ഫ്രഷ് ലെമണും ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇടും. ഇട്ട് അടച്ചു വെക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ വെക്കാനുള്ള അരി അളന്നെടുത്ത് വൃത്തിയായിട്ട് കഴുകി കുതിരാൻ വെക്കണം. ഇത് കുതിരാൻ വെച്ചിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇന്നലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം എടുത്ത് വെളിയിൽ വെക്കണം. വെളിയിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ ചൂടായ പാനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഇടണം. ഇട്ട് നന്നായിട്ട് നികത്തി വെച്ച് അടച്ചു വെച്ച് വേവിക്കണം. ഈ അടച്ചു വെച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം തിളച്ച് അരിയിട്ട് വേവിക്കുമല്ലോ, അത് വെന്ത് ഊറ്റിയെടുത്തതിന് ശേഷം ഈ വെന്തിരിക്കുന്ന മിശ്രിതത്തിലേക്ക്, ഈ ഗ്രേവിയിലേക്ക്, അതിൻ്റെ മുകളിലേക്ക് ഈ ചോറിങ്ങനെ നികത്തി ഇട്ട് കൊടുക്കും. നികത്തി ഇട്ട് കൊടുത്ത് നേരത്തെ നമ്മൾ കുറച്ച് ഗ്രേവി ഇഞ്ഞെടുക്കണം. ആ ഗ്രേവി ഈ ചോറിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ച് നല്ല ഭാരം വെച്ച് ദമ്മിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് ഫ്രഷ് ചിക്കൻ മന്തി റെഡിയാണ്. കാണുമ്പോൾ